സ്വന്തം ചരിത്രത്തെ ഭയപ്പെടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പാകിസ്ഥാൻ. വഴിവക്കത്തെ ഒരു സൈൻ ബോർഡിൽ പഴയ ഹൈന്ദവ സിഖ് പേര് കണ്ടാൽ പോലും അവിടുത്തെ ഭരണകൂടത്തിന് ഇപ്പോൾ ഭയമാണ്. നാഗരിക പൈതൃകങ്ങളെ അഭിമാനത്തോടെ തിരിച്ചു പിടിക്കുന്ന ഇന്ത്യ എവിടെ നിൽക്കുന്നു, ഭീകരർ കണ്ണുരുട്ടുമ്പോൾ മുട്ടടിക്കുന്ന പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു എന്ന് ഈ ഒരൊറ്റ സംഭവം തന്നെ തെളിയിക്കും. ലാഹോറിലെ തെരുവുകൾക്കും റോഡുകൾക്കും വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന പഴയ ഹൈന്ദവ ബ്രിട്ടീഷ് പേരുകൾ തിരികെ നൽകാനുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനം പാകിസ്ഥാനിലെ പഞ്ചാബ് സർക്കാർ ഉപേക്ഷിച്ചു. മറിയം നവാസ് നേതൃത്വം നൽകുന്ന സർക്കാർ മാർച്ച് മാസത്തിൽ പ്രഖ്യാപിക്കുകയും മെയ് മാസത്തിൽ ക്യാബിനറ്റ് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്ത തീരുമാനമാണ് കുറച്ച് തീവ്രവാദികളുടെയും സോഷ്യൽ മീഡിയ ബ്ലോഗർമാരുടെയും ഭീഷണിക്ക് മുന്നിൽ ഇപ്പോൾ ഒറ്റയടിക്ക് പിൻവലിച്ചിരിക്കുന്നത്. ഇത് ഹൈന്ദവ സിഖ് പൈതൃകം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് തീവ്രവാദികൾ രംഗത്തെത്തിയതോടെ പാകിസ്ഥാൻ ഭരണകൂടം അവർക്ക് സമ്പൂർണ്ണമായി കീഴടങ്ങുകയായിരുന്നു. നവാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിലുള്ള ലാഹോർ ഹെറിറ്റേജ് ഏരിയാസ് റിവൈവൽ എന്ന സമിതിയാണ് പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പേരുകൾ പുനഃസ്ഥാപിക്കാൻ ആദ്യം തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഇസ്ലാംപൂർ എന്ന പേര് മാറ്റി അതിന്റെ യഥാർത്ഥ പേരായിട്ടുള്ള കൃഷ്ണനഗർ എന്നാക്കാനും മൗലാന സഫർ അലി ഖാൻ ചൌക്കിനെ വീണ്ടും ലക്ഷ്മി ചൌക്ക് ആക്കാനും തീരുമാനിച്ചിരുന്നു. ഒപ്പം ബാബറി മസ്ജിദ് ചൌക്കിനെ ജൈൻ മന്ദിർ റോഡ് എന്നും മുസ്തഫാബാദിനെ ധരംപുര എന്നും അല്ലാമ ഇക്ബാൽ റോഡിനെ പഴയ ജയിൽ റോഡ് എന്നും മാറ്റാനായിരുന്നു പദ്ധതി. എന്നാൽ ഈ തീരുമാനത്തിന് തീവ്രവാദികൾ മതപരമായ ഒരു നിറം നൽകിയതോടെ കൂടുതൽ തിരിച്ചടികൾ ഭയന്ന സർക്കാർ ഈ പദ്ധതി അനന്തമായി മരവിപ്പിച്ചു. ഒരു വലിയ സംസ്ഥാനത്തെ പൂർണ്ണ അധികാരമുള്ള ഭരണകൂടം ഒരു ചെറിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ അടിയറവ് പറയുന്ന ദയനീയ കാഴ്ചയാണത്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ അധികാരം ഇരിക്കുന്നത് സർക്കാരിന്റെ കൈകളിലല്ല, മറിച്ച് തെരുവുകളിലെ മത തീവ്രവാദികളുടെ കൈകളിലാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു. ന്യൂനപക്ഷങ്ങളുടെ ചരിത്രത്തെയും അവകാശങ്ങളെയും സംരക്ഷിക്കുമെന്ന ലോകത്തോട് വിളിച്ചു പറയുന്ന പാകിസ്ഥാന്റെ കപട മുഖം കൂടിയാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. ലാഹോർ നഗരത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹിന്ദു സിഖ് പൈതൃകങ്ങളെ വേരോടെ പിഴുതെറിയാൻ മതമൗലികവാദികൾ ശ്രമിക്കുമ്പോൾ ഭരണകൂടം അതിന് കുടപിടിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാംസ്കാരികവും നാഗരികവുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ഇത് കൂടുതൽ വ്യക്തമാക്കും. ചോള പാണ്ഡ്യ സംസ്കാരങ്ങൾ തൊട്ട് സിന്ധു നദീതട നാഗരികതയും വിജയനഗര സാമ്രാജ്യവും വരെയുള്ള ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സ്വന്തം സാംസ്കാരിക പൈതൃകങ്ങളെ അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കുകയും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു പുതിയ ഇന്ത്യയെ നമുക്ക് കാണാം. മറുഭാഗത്ത് സ്വന്തം ചരിത്രത്തിലെ ഒരു തെരുവിന്റെ പേര് പോലും സഹിഷ്ണുതയോടെ കേൾക്കാൻ കഴിയാത്ത മതതീവ്രവാദികളുടെ വെറും കൈപ്പാവകളായി മാറിയ പാകിസ്ഥാനും. തീവ്രവാദികൾക്ക് മുന്നിൽ സ്വന്തം ചരിത്രം പണയം വയ്ക്കുന്ന ഇത്തരം രാജ്യങ്ങൾക്ക് അധികകാലം ഭാവി ഉണ്ടാകില്ല എന്നത് ചരിത്രം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക്.